Learn Easy Online Education. Hi, welcome to my new video. It's me, ഹർഷിത. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ചാപ്റ്റർ 17 ആണ്. എലിയനേഷൻ ആണ്. അന്യവൽക്കരണം എന്നാണ് എലിയനേഷന്റെ ഭാഷാർത്ഥം. നമ്മുടെ MSO 001 17ാമത്തെ യൂണിറ്റ് ആണ് കേട്ടോ എലിയനേഷൻ വരുന്നത്. എലിയനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷാർത്ഥത്തിൽ അന്യവൽക്കരണം എന്നാണ്. അന്യവൽക്കരണം എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പിൽ നിന്നോ അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഒരാളെ ഒരു സമൂഹത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൽ നിന്നോ ഒക്കെ എന്ത് ചെയ്യുക, ഒറ്റപ്പെടുത്തുക എന്നാണ് പറയുക. ഒറ്റപ്പെടുത്തുക, അന്യവൽക്കരിക്കുക, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടതായിട്ട് ആൾക്ക് അനുഭവപ്പെടുക, അല്ലെങ്കിൽ അയാളെ ഒറ്റപ്പെടുത്തുക എന്നുള്ള ആ ഒരു രീതിയിലാണ് ഈ ഏലിയനേഷൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു അന്യവൽക്കരണം എന്ന് പറയുന്നത്. കണ്ടൻസ് എന്തൊക്കെയാന്നൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ, സെക്കൻഡ് ഡീഹ്യൂമാനിറ്റൈസേഷൻ ആൻഡ് ലേബർ, ഏലിയനേഷൻ ആസ് എ പ്രോസസ്, ഡിവിഷൻ ഓഫ് ലേബർ, കൺക്ലൂഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. 17.1 ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷനിൽ എന്താണ് ഏലിയനേഷനെ കുറിച്ചിട്ട് പറയുന്നതെന്ന് നോക്കാം. ഏലിയനേഷൻ മീൻസ് feeling separated from others from a situation. It is an important idea in Karl Marx's writing and is linked to Marx's sociology. അന്യവൽക്കരണം എന്നതിന്റെ അർത്ഥം മറ്റുള്ളവരിൽ നിന്നോ ഒരു സാഹചര്യത്തിൽ നിന്നോ വേർപിരിയുന്ന ഒരു വികാരമാണ്. എന്ത്? അന്യവൽക്കരണം എന്ന് മറ്റുള്ളവരിൽ നിന്നോ ഒരു സാഹചര്യത്തിൽ നിന്നോ വേർപിരിയുന്ന ഒരു വികാരമാണ് എന്ത്? ഏലിയനേഷൻ എന്ന് പറയുന്നത്. കാൾ മാർക്സിന്റെ രചനകളിൽ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. ഇത് മാർക്സിസ്റ്റ് സോഷ്യോളജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മാർക്സിസ്റ്റ് സോഷ്യോളജിയുടെ ഭാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? അന്യവൽക്കരണം എന്ന്. യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളും പാടില്ല എന്നുള്ളതാണ് മാർക്സിന്റെ വാദം. അത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു കാര്യങ്ങളിൽ ഇതുകൂടെ പെടുന്നു എന്നാണ് പറയുന്നത്. There are different ways to understand alienation: philosophical, sociological and psychological. Hegel, a philosopher, believed that reality is always moving toward an ideal state. Marx used this idea but focused on material conditions instead of abstract thought. അന്യവൽക്കരണം, ഏലിയനേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഫിലോസഫിക്കലായിട്ട്, സോഷ്യോളജിക്കലായിട്ട്, സൈക്കോളജിക്കലായിട്ടൊക്കെ പലതരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. തത്വചിന്തകനായിട്ടുള്ള ഹെഗല് യാഥാർത്ഥ്യം എപ്പോഴും ഒരു അനുയോജ്യമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നുവെന്ന് വിശ്വസിക്കുന്നുണ്ട്. മാർക്സ് ഈ ആശയം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അമൂർത്തമായ ചിന്തകൾക്ക് പകരം ഭൗതിക സാഹചര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. മാർക്സ് ഇപ്പോൾ എന്താണ്? ഭൗതിക കാര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അമൂർത്തമായ ചിന്തകളിൽ അദ്ദേഹം അധികം താല്പര്യം കാണിച്ചിരുന്നില്ല. Marx argued that history caused people to lose their true selves. He believed that under communism, people would regain their full humanity as social being. ആളുകൾക്ക് അവിടെ യഥാർത്ഥ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാൻ ചരിത്രം കാരണമാകുന്നുവെന്ന് മാർക്സ് വാദിച്ചു. കമ്മ്യൂണിസത്തിന്റെ കീഴിൽ ആളുകൾ സാമൂഹിക ജീവികളായിട്ട് പൂർണ്ണ മനുഷ്യത്വം വീണ്ടെടുക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഒരാളുടെ ചരിത്രം, ഒരാളുടെ കഴിഞ്ഞു പോയ കാലഘട്ടം, അവരുടെ യഥാർത്ഥ സ്വത്വം, അവരെന്തത് എന്നതിനെ വില കുറച്ച് കാണിക്കുന്നതാണ് എന്നാണ് പറയുന്നത് കേട്ടോ. In sociology, alienation happens when social structures oppress people and take away their sense of humanity. സാമൂഹ്യശാസ്ത്രത്തിൽ സാമൂഹിക ഘടനകൾ ആളുകളെ അടിച്ചമർത്തുകയും അവരുടെ മനുഷ്യത്വ ബോധം ഇല്ലാതാക്കുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ അന്യവൽക്കരണം സംഭവിക്കുന്നു. സാമൂഹ്യശാസ്ത്രത്തിലെ സാമൂഹിക ഘടനകൾ ആളുകളെ അടിച്ചമർത്തുകയും അവരുടെ മനുഷ്യബോധം ഇല്ലാതാക്കുകയും ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? ഏലിയനേഷൻ സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ മെയിൻ ഹെഡിങ് 17.2 ഡീഹ്യൂമാനിറ്റൈസേഷൻ ആൻഡ് ലേബർ. അതാണ് നമ്മൾ നോക്കുന്നത്. ഡീഹ്യൂമാനിറ്റൈസേഷൻ ആൻഡ് ലേബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊഴിലിനുള്ളിലെ മനുഷ്യത്വരഹിതം ആയിട്ടുള്ള ഒരു പ്രവൃത്തി, തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവൃത്തി എന്നാണ് ആ ഹെഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൗ വർക്ക് ബിക്കംസ് അൺഫെയർ ഇൻ ക്യാപിറ്റലിസം. മുതലാളിത്തത്തിൽ ജോലി എങ്ങനെയാണ് അന്യായമായിട്ട് മാറുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് സർപ്ലസ് വാല്യൂ. എന്താണ് സർപ്ലസ് വാല്യൂ എന്നുള്ളതാണ്. ഓക്കെ, everything we buy or sell has two values,
എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന എല്ലാത്തിനും എന്തുണ്ട്? രണ്ട് തരത്തിലുള്ള മൂല്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. യൂസ് വാല്യൂ, ഹൗ യൂസ്ഫുൾ, എക്സാമ്പിൾ വീറ്റ് ഓർ ഫുഡ്, ക്ലോത്ത് ഓർ വിയറിംഗ്. ഉപയോഗ മൂല്യം, അത് എത്രത്തോളം ഉപയോഗപ്രദമാണ് എന്നുള്ളതിന്റെ അർത്ഥത്തിലാണ്. അതായത് ഭക്ഷണത്തിനുള്ള ഗോതമ്പ്, ധരിക്കാനുള്ള വസ്ത്രം, അതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ, നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും മൂല്യം കൂടിയ വസ്തുക്കളാണ് നമ്മുടെ ഭക്ഷണവും വസ്ത്രവും എന്ന് പറയുന്നത്. അതാണ് ഈ ഉപയോഗ മൂല്യം, യൂസ് വാല്യൂ എന്ന് പറയുന്നത്. അടുത്ത വാല്യൂ പറയുന്നത് എക്സ്ചേഞ്ച് മൂല്യമാണ്. എക്സ്ചേഞ്ച് വാല്യൂ, വ്യാപാരം ചെയ്യുമ്പോഴോ വിൽക്കുമ്പോഴോ അതിന്റെ മൂല്യം എത്രയാണ് എന്നുള്ളതാണ് എക്സ്ചേഞ്ച് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Marx said that values come from human labor. The more time spent making something, the more malleable it is. But workers don't own, they make the bosses do. മൂല്യം ഉണ്ടാക്കുന്നത് മനുഷ്യാധ്വാനത്തിൽ നിന്നാണെന്ന് മാർക്സ് പറയുന്നു. എന്തെങ്കിലും ഉണ്ടാക്കാൻ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് കൂടുതൽ മൂല്യവത്താണ്. എന്നാൽ തൊഴിലാളികൾക്ക് അവർ ഉണ്ടാക്കുന്നത് സ്വന്തമല്ല, മുതലാളിമാരാണ് അതിന്റെ ലാഭം കൊയ്യുന്നത്. അത് ഉദാഹരണം ഫാക്ടറി ജോലിയൊക്കെ പോലെ. അതായത് നേരത്തെ പറഞ്ഞ് നമ്മൾ അതിന്റെ ബാക്കിയായിട്ടാണ്. യൂസ് വാല്യൂ എന്ന് പറയുന്നത് ഭക്ഷണം, കാര്യങ്ങൾ, നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അത്രയും മൂല്യങ്ങളുണ്ട്, അതാണ് ഒരു മൂല്യം. ഉപയോഗ മൂല്യം. അടുത്ത മൂല്യം കൂടിയ വസ്തുക്കൾ എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് വാല്യൂവിലുള്ള മൂല്യം കൂടിയ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ക്യാഷ് കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ പണിയുള്ള, ഒരുപാട് വർക്ക് അതിനാവശ്യം, മെന്റൽ സ്ട്രെങ്ത്തും ഫിസിക്കൽ സ്ട്രെങ്ത്തും ആവശ്യമുള്ള ജോലികൾക്കാണ് എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറയുന്നത്. അത് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, അത് വ്യാപാരം നടത്തുന്ന സമയത്ത്, ട്രേഡ് നടത്തുന്ന സമയത്ത് നമുക്ക് കൂടുതൽ മൂല്യം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ കൂടുതൽ പൈസ കിട്ടും, ലാഭം കിട്ടുന്ന കാര്യങ്ങൾ, അതാണ് എക്സ്ചേഞ്ച് വാല്യൂയിൽ പെടുന്നത് എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് ഫാക്ടറി വർക്കുകളൊക്കെ അങ്ങനെയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ആയാൽ പോലും, മൂല്യം കൂടുതലുള്ളതായാൽ പോലും കുറവുള്ളതായാൽ പോലും എന്താണ് അത്? മുതലാളിമാർക്കാണ് ലാഭവും നഷ്ടവും ഉണ്ടാകുന്നത്. ലാഭം ഉണ്ടാകുന്നത് തൊഴിലാളികൾക്ക് ഒക്കെ എപ്പോഴും ഒരേപോലെ തന്നെയാണ്. അവർക്ക് കിട്ടുന്ന വേതനം മാത്രമേ അവർക്ക് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, വരുന്നത് ഹൗ ബോസസ് ഇൻക്രീസ് പ്രോഫിറ്റ് എന്നുള്ളതാണ്. എങ്ങനെയാണ് ബോസ്മാർ അല്ലെങ്കിൽ മുതലാളിമാർ എങ്ങനെയാണ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് വരുന്നത്. ഈ ഭാഗങ്ങളിൽ ഒരു ചോദ്യവും അതിന്റെ ഉത്തരവും ആ ഒരു ടൈപ്പിലാണ് വിശദീകരിച്ചിട്ടുള്ളത് കേട്ടോ. സോ അതേപോലെ തന്നെയാണ് നമ്മളും ഇങ്ങോട്ട് എടുത്തിട്ടുള്ളത്. ഒരു ചോദ്യം അതിന്റെ ഉത്തരം എന്നുള്ള ഒരു രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഹൗ ബോസസ് ഇൻക്രീസ് പ്രോഫിറ്റ്. ബോസസ് വാണ്ട് ടു മേക്ക് മോർ മണി, സോ ദേ മേക്ക് വർക്കേഴ്സ് വർക്ക് ലോങ്ങർ ഹവേഴ്സ് ഫോർ ദ സെയിം പേ. യൂസ് മെഷീൻ, സോ വർക്കേഴ്സ് പ്രൊഡ്യൂസ് മോർ ഇൻ ലെസ് ടൈം. മേലധികാരികൾ എന്താ ചെയ്യുന്നത്? കൂടുതൽ പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവർ തൊഴിലാളികളെ ഒരേ കൂലിയിൽ എന്ത് ചെയ്യുന്നു? കൂടുതൽ സമയം ജോലി ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കുറഞ്ഞ സമയം കൊണ്ട് തൊഴിലാളികൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് യന്ത്രങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഒരാളെ കുറഞ്ഞ വേതനത്തിൽ ഒരുപാട് സമയം ജോലി ചെയ്യിപ്പിക്കുന്നു. അതുപോലെ തന്നെ യന്ത്രങ്ങൾ കൊണ്ടുവന്നിട്ട് ഉൽപാദനം വർദ്ധിപ്പിക്കാനും ശ്രമിക്കുന്നു. അത് ഉപയോഗിക്കുന്നതിലൂടെ തൊഴിലാളികൾക്ക് വീണ്ടും കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ബോസസ് അവരുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. വൈ വർക്കേഴ്സ് ഫീൽ അൺഹാപ്പി. എന്തുകൊണ്ടാണ് വർക്കേഴ്സ് അൺഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് എന്ന് വെച്ചാൽ, വർക്കേഴ്സ് ഡോണ്ട് ഓൺ വാട്ട് ദേ മേക്ക്, ദേ വർക്ക് ഓൺലി ടു സർവൈവ്, നോട്ട് ബിക്കോസ് ദേ എൻജോയ് ഇറ്റ്. ദിസ് മേക്സ് ദം ഫീൽ ഡിസ്കണക്റ്റഡ്. ഇതിനെയാണ് യഥാർത്ഥത്തിൽ ഏലിയനേഷൻ എന്ന് പറയുന്നത് കേട്ടോ. തൊഴിലാളികൾക്ക് അവർ ഉണ്ടാക്കുന്നത് സ്വന്തമല്ല, അവർ ജീവിക്കാൻ വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അവർ അത് ആസ്വദിക്കുന്നത് കൊണ്ടല്ല അത് അവരെ വിച്ഛേദിക്കുന്നതായിട്ട് തോന്നിപ്പിക്കുന്നു. അവർക്ക് അത് ആസ്വദിക്കാനുള്ള ശേഷിയില്ല, കാരണം അത് അവരുടേതല്ല, അത് മറ്റൊരാളുടേതാണ്, മറ്റൊരാൾക്ക് വേണ്ടി പണിയെടുക്കുന്നതാണ്. ആ ഒരു താൻ ഉണ്ടാക്കുന്ന ആ ഒരു സാധനത്തിന്റെ മേലെ തൊഴിലാളികൾക്ക് പൂർണ്ണമായിട്ട് അവകാശമില്ല. അവിടെയാണ് എന്ത് സംഭവിക്കുന്നത്? ഏലിയനേഷൻ സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ഹൗ സൊസൈറ്റി ബിക്കെയിം ഡിവൈഡഡ്. എങ്ങനെയാണ് സൊസൈറ്റി ഡിവൈഡ് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ വേർതിരിക്കപ്പെട്ടത് എന്നാണ് പറയുന്നത്. ലോങ് ago people worked together and shared things, but when some people controlled extra land or tools, they become the ruler, like kings or landlord. വളരെ കാലം മുൻപ് ആളുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയും കാര്യങ്ങൾ പങ്കിടുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ ചില ആളുകൾ അധിക ഭൂമിയോ ഉപകരണങ്ങളോ നിയന്ത്രിച്ചപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്തു? കുറച്ചധികം ഭൂമിയും ഉപകരണങ്ങളും നിയന്ത്രിച്ചപ്പോൾ അവരെന്ത് ചെയ്തു? ഭരണാധികാരികളായി മാറി. അതായത് പണ്ടൊക്കെ സ്വേച്ഛാധിപതികൾ എങ്ങനെയായിരുന്നു? രാജ്യത്ത് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാവുക അവരടുത്തല്ല. ഇനിയിപ്പോ ഇപ്പത്തെ നമ്മുടെ സാഹചര്യത്തിലായപ്പോലും കുറച്ച് വിലയുള്ളത് ആൾക്കാർ, നമ്മുടെ നാട്ടിലെ ഏറ്റവും ക്യാഷ് ഉള്ള ആൾക്കാർക്കായിരിക്കും നമ്മുടെ നാട്ടിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു അവകാശ അധികാരം ഒക്കെ ഉണ്ട്. കാരണം
അവരാണ് ഫണ്ട് ഇറക്കുന്നത് എന്നുള്ളത് കൊണ്ട്. മനസ്സിലായില്ലേ? നിയന്ത്രിച്ചപ്പോൾ അവർ ഭരണാധികാരികളായിട്ട് മാറി. എന്ത് ഉപകരണങ്ങളോ ഭൂമിയോ നിയന്ത്രിച്ചപ്പോൾ ഈ രാജാക്കന്മാരോ ഭൂവുടമകളോ ഒക്കെ പോലെ. With the Industrial Revolution, rich people built factories and workers had no choices but to work for them. Workers become like soldiers controlled by their bosses. വ്യാവസായിക വിപ്ലവത്തോടുകൂടി സമ്പന്നരായിട്ടുള്ള ആളുകൾ ഫാക്ടറികൾ നിർമ്മിക്കുകയാണ് ചെയ്തത്. തൊഴിലാളികൾക്ക് അവയിൽ ജോലി ചെയ്യുകയില്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തൊഴിലാളികൾ അവരുടെ മേലധികാരികളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സൈനികരെ പോലെയായിട്ട് മാറി. അങ്ങനെയാണ് സൊസൈറ്റി ഡിവൈഡഡ് ആയതെന്നാണ് പറഞ്ഞത്. വ്യവസായ വിപ്ലവത്തിന് ശേഷം അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ അധിക ഭൂമിയുള്ളവരും അധിക ഉപകരണങ്ങളുള്ളവരും അധികം പണമുള്ളവരൊക്കെ എന്ത് ചെയ്തു, സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തപ്പോൾ കൂലിക്ക് വേണ്ടി ജോലി ചെയ്യേണ്ട നിസ്സഹായ അവസ്ഥയായിരുന്നു തൊഴിലാളികൾക്ക് ഉണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഉടമയും ഉണ്ടായതെന്നാണ് പറഞ്ഞത്. ഹൗ ക്യാൻ തിങ്സ് ചേഞ്ച്? എങ്ങനെയാണ് ഇങ്ങനെയുള്ള തിങ്സുകളൊക്കെ ചേഞ്ച് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. കാര്യങ്ങൾ എങ്ങനെയാണ് മാറുന്നത്, അല്ലെങ്കിൽ കാര്യങ്ങൾ എങ്ങനെ മാറ്റാം, ഈ തിങ്സുകളൊക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതിൽ വർക്കേഴ്സ് സ്റ്റാർട്ടഡ് ഫോമിംഗ് യൂണിയൻസ് ടു ഫൈറ്റ് ഫോർ ബെറ്റർ പേ ആൻഡ് കണ്ടീഷൻസ്. മാർക്സ് ബിലീവ്ഡ് ദാറ്റ് വൺ ഡേ വർക്കേഴ്സ് വുഡ് യൂണിറ്റ് ആൻഡ് ടേക്ക് കൺട്രോൾ. സൊസൈറ്റി ഫെയർ ഫോർ എവ്രിവൺ. മെച്ചപ്പെട്ട വേതനത്തിനും വ്യവസ്ഥകൾക്കും വേണ്ടി തൊഴിലാളി യൂണിയനുകൾ രൂപീകരിച്ച് പോരാടാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം തൊഴിലാളികൾ ഒന്നിക്കുകയും നിയന്ത്രണം ഏറ്റെടുക്കുകയും സമൂഹം എല്ലാവർക്കുമായിട്ട് നീതിയുക്തമാക്കുകയും ചെയ്യുമെന്നാണ് മാർക്സ് വിശ്വസിച്ചിരുന്നത്. അദ്ദേഹം എല്ലായിടത്തും തുല്യതയിലാണ് വിശ്വസിച്ചിരുന്നത്. എല്ലായിടത്തും ഒരു സ്ഥലത്തും അടിമയും ഉടമയും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളെല്ലാം ഉണ്ടായിരുന്നതും. അപ്പോ ഈ ഒരു തൊഴിലാളികൾ അവർക്ക് വേണ്ടി പോരാടി, അവരൊന്നിച്ച് അവർക്ക് വേണ്ടി പോരാടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത നമ്മുടെ ഹെഡിങ് 17.3 ഏലിനേഷൻ ആസ് എ പ്രോസസ്. മാർക്സിസ് ഐഡിയാസ് ഓഫ് ഏലിനേഷൻ. ഈ ഒരു ഭാഗത്ത് പറഞ്ഞത് മാർക്സിന്റെ അന്യവൽക്കരണത്തിന്റെ ആശയങ്ങൾ, ഏലിനേഷന്റെ ആശയങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇൻ ഹിസ് 1844 എക്കണോമിക് ആൻഡ് ഫിലോസഫിക്കൽ മാനുസ്ക്രിപ്റ്റ്സ്, കാൾ മാർക്സ് എക്സ്പ്ലെയിൻഡ് ഏലിനേഷൻ ആസ് how workers become disconnected from their work and themselves under capitalism. 1844 സാമ്പത്തികവും ദാർശനികവുമായിട്ടുള്ള കൈയെഴുത്ത് പ്രതികളിൽ മുതലാളിത്തത്തിന്റെ കീഴിൽ തൊഴിലാളികൾ അവരുടെ ജോലിയിൽ നിന്നും തങ്ങളെ തന്നെയും എങ്ങനെ വിച്ഛേദിക്കുന്നു എന്ന് കാൾ മാർക്സ് അന്യവൽക്കരണത്തെക്കുറിച്ച് വിശദീകരിച്ചു. ഏലിനേഷൻ ഫ്രം ദ പ്രൊഡക്റ്റ്. ഏതൊക്കെ രീതിയിലാണ് തൊഴിലാളികൾ അവരുടെ ജോലിയിൽ നിന്ന് തങ്ങളെ തന്നെ എങ്ങനെ വിച്ഛേദിക്കുന്നു എന്നുള്ള രീതിയിൽ ഏലിയനേഷൻ സാധ്യമാകുന്നത് എന്നാണ് കാൾ മാർക്സ് വിശദീകരിച്ചത്. ഫസ്റ്റ് വൺ, ഏലിയനേഷൻ ഫ്രം ദ പ്രൊഡക്റ്റ്. ഉൽപ്പന്നത്തിൽ നിന്നുള്ള അന്യവൽക്കരണം. വർക്കേഴ്സ് ക്രിയേറ്റ് ഗുഡ്സ് ബട്ട് ദേ ഡു നോട്ട് own them. The factory owners sells the goods and keep the profit. The more workers produce, the richer the owner becomes while workers stay poor. തൊഴിലാളികൾ ചരക്കുകൾ സൃഷ്ടിക്കുന്നു, പക്ഷെ അവർക്ക് അത് സ്വന്തമായിരുന്നില്ല. ഫാക്ടറി ഉടമകള് സാധനം വിൽക്കുകയും ലാഭം നിലനിർത്തുകയും ചെയ്യുന്നു. തൊഴിലാളികൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉടമ എന്താകും? സമ്പന്നനാകും. അതേസമയം തൊഴിലാളികൾ ദരിദ്രരായിട്ട് തുടരുകയും ചെയ്യുന്നു. അടുത്ത പോയിന്റ് പറയുന്നത് ഏലിനേഷൻ ഫ്രം വർക്ക്. ജോലിയിൽ നിന്നുള്ള അന്യവൽക്കരണം. വർക്കേഴ്സ് ഡു നോട്ട് കൺട്രോൾ their own work. Their labor is bought like a product and the boss decide what they do and how they do it. തൊഴിലാളികൾ സ്വന്തം ജോലി നിയന്ത്രിക്കുന്നില്ല. അവരുടെ അധ്വാനം ഒരു ഉൽപ്പന്നം പോലെയാണ് ഉള്ളത്. അവർ എന്താണ് ചെയ്യുന്നതെന്നും എങ്ങനെ ചെയ്യണമെന്നും ആര് തീരുമാനിക്കുന്നു? ബോസ് ആണ് തീരുമാനിക്കുന്നതെന്നാണ് പറയുന്നത്. തേർഡ് പോയിന്റ് പറയുന്നത് ഏലിനേഷൻ ഫ്രം ഹ്യൂമാനിറ്റി. Work should be a way for people to express themselves and connect with others, but under capitalism, workers only work to survive. They complete for job instead of working together. ആളുകൾക്ക് സ്വയം പ്രകടിപ്പിക്കാനും മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു മാർഗമായിരിക്കണം ജോലി. എന്നാൽ മുതലാളിത്തത്തിന്റെ കീഴിൽ തൊഴിലാളികൾ ജീവിക്കാൻ വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് പകരം അവർ ജോലിക്കായിട്ട് മത്സരിക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് ജോലി കിട്ടിയാലേ നിത്യജീവിതം കഴിഞ്ഞു പോകുള്ളൂ. അവരുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട്. മാർക്സ് വ്യൂ ഓൺ ക്യാപിറ്റലിസം. അടുത്തത് പറയുന്നത് മാർക്സിന്റെ ക്യാപിറ്റലിസത്തിൽ മാർക്സിന്റെ ഐഡിയയെ കുറിച്ചാണ്, ആശയത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ.
Marx believed capitalism does not care about human needs, it only focuses on making more and more profit. This leads to workers losing their sense of self. മുതലാളിത്തം മാനുഷിക ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നില്ലെന്ന് മാക്സ് വിശ്വസിച്ചു. അത് കൂടുതൽ ലാഭമുണ്ടാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇത് തൊഴിലാളികൾക്ക് ആത്മബോധം നഷ്ടപ്പെടുന്നതിലേക്ക് നയിക്കുന്നു. ഇതാണ് ഒരു ക്യാപിറ്റലിസത്തിൽ ഉണ്ടാകുന്നത് എന്നാണ് മാക്സ് പറയുന്നത്. കീ പോയിന്റ്സ് ഓഫ് ഏലിയനേഷൻ. ഏലിയനേഷന്റെ കീ പോയിന്റ്സ് ആണ് അടുത്തത് പറയുന്നത്. ഏലിയനേഷൻ ഈസ് വെൻ പീപ്പിൾ ലോസ് ദെയർ ട്രൂ സെൽസ്. ആളുകൾക്ക് അവരുടെ യഥാർത്ഥ സ്വത്ത് നഷ്ടപ്പെടുമ്പോഴാണ് അന്യവൽക്കരണം അവിടെ ഉണ്ടാകുന്നത്. അൺലൈക്ക് ദ ഫിലോസഫർ ഹെഗൽ, മാക്സ് said alienation is not just about making things. People will always need to work. But under capitalism, work becomes a source of suffering instead of fulfillment. തത്വചിന്തകനായിട്ടുള്ള ഹെഗലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാക്സ് പറയുന്നത് അന്യവൽക്കരണം കേവലം കാര്യങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല, ആളുകൾ എപ്പോഴും പ്രവർത്തിക്കേണ്ടതുണ്ട്. എന്നാൽ മുതലാളിത്തത്തിന്റെ കീഴിൽ ജോലി നിവർത്തിക്ക് പകരം കഷ്ടപ്പാടിന്റെ ഉറവിടമായിട്ടുള്ള ജോലി എന്നത് എന്താണ്? അവരുടെ നിവർത്തി എന്നുള്ളതിന് പകരം കഷ്ടപ്പാടിന്റെ ഉറവിടമായിട്ട് പറയുന്നു. അവരുടെ നിവർത്തികേട് കൊണ്ടാണ് അവർ ജോലി ചെയ്യുന്നത്. പക്ഷെ എങ്കിൽ പോലും അതെന്താണ്, പിന്നീട് അതൊരു കഷ്ടപ്പാടായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് ഏലിയനേഷന് ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി 17.4 ഡിവിഷൻ ഓഫ് ലേബർ. തൊഴിൽ വിഭജനം. അത് നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ഈ ചാപ്റ്ററിലും വരുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഏലിയനേഷൻ ആൻഡ് ദ ഡീഹ്യൂമാനിറ്റൈസേഷൻ ഓഫ് ലേബർ. അന്യവൽക്കരണം തൊഴിലാളിയുടെ മനുഷ്യത്വവൽക്കരണം എന്നാണ് പറയുന്നത്. തൊഴിലാളികളുടെ മനുഷ്യത്വവൽക്കരണം. ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് ഏലിയനേഷൻ. ഡിവിഷൻ ഓഫ് ലേബറും ഏലിയനേഷനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത് കേട്ടോ. ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് ഏലിയനേഷൻ. ക്യാപിറ്റലിസം ഡിവൈഡ്സ് വർക്ക് ഇൻടു സ്മോൾ ടാസ്ക്സ്, മേക്കിംഗ് വർക്കേഴ്സ് ഫോക്കസ് ഓൺ ജസ്റ്റ് വൺ പാർട്ട്. ദിസ് മേക്സ് പ്രൊഡക്ഷൻ ഫാസ്റ്റർ ആൻഡ് അലോസ് സൊസൈറ്റി ടു ഡെവലപ്പ് കൾച്ചർ, ആർട്ട് ആൻഡ് പൊളിറ്റിക്സ്. മുതലാളിത്തം ജോലിയെ ചെറിയ ജോലികളായിട്ട് വിഭജിക്കുന്നു. ഇപ്പൊ ഒരു ഫാക്ടറിയിലെ ജോലികൾ എന്താണ്? ചെറിയ ജോലികളായിട്ട് വിഭജിക്കുന്നു. ഇത് തൊഴിലാളികളുടെ ഒരു ഭാഗത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും. ഇത് ഉൽപാദനം വേഗത്തിലാക്കുകയും സംസ്കാരം, കല, രാഷ്ട്രീയം എന്നിവ വികസിപ്പിക്കാൻ സമൂഹത്തെ അനുവദിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ബട്ട് ഇറ്റ്സ് ഓൾസോ ലിമിറ്റ്സ് വർക്കേഴ്സ് skills and understanding of the whole process. While some peoples like kings, priests and philosophers gain control, workers lost freedom and become isolated. എന്നാൽ ഇതൊരു തൊഴിലാളികളുടെ കഴിവുകളുടെ മുഴുവൻ പ്രക്രിയയെക്കുറിച്ചും ധാരണ പരിമിതപ്പെടുത്തുന്നു. കാരണം ഒരു ഷൂ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർക്കറിന്റെ പണി അതിന്റെ ലേസ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരിക്കും. പക്ഷെ അയാൾ അതിൽ മാത്രം വൈദഗ്ധ്യം നേടും. ആ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള ഐഡിയ പോലും അയാൾക്ക് കിട്ടില്ല. അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ടെക്നിക്ക് അയാൾക്ക് കിട്ടില്ല. അയാൾക്ക് ആ ലേസ് ഉണ്ടാക്കുന്നതിൽ മാത്രമായിരിക്കും അറിയുന്നുണ്ടാവുക എന്നാ പറഞ്ഞത്. അത് എന്താണ്? ഒരു സാധനത്തിനുള്ള അറിവിനെ കുറിച്ചിട്ടുള്ള ധാരണ പരിമിതപ്പെടുത്തുമെന്നാണ് പറയുന്നത്. ചില ആളുകളായിട്ടുള്ള രാജാക്കന്മാർ, പുരോഹിതന്മാർ, തത്വചിന്തകർ എന്നിവരെ പോലുള്ള ആൾക്കാര് നിയന്ത്രണം നേടുമ്പോൾ തൊഴിലാളികൾക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയും ഒറ്റപ്പെടുകയും ചെയ്തു. അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവ്, ഒരു സ്കില്ല് ഇമ്പ്രൂവ് ചെയ്ത് വരാൻ കഴിയാത്തത് കൊണ്ട് തന്നെ, അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും? അവർ എന്നും ഈ തൊഴിലാളികളായിട്ട് പാവപ്പെട്ടവരായിട്ട് ഇങ്ങനെ നിലനിൽക്കും. അപ്പോ ഈ മുൻപന്തിയിൽ നിൽക്കുന്ന പുരോഹിതന്മാരെ പോലെയുള്ള ഇങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യും? അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയും അവർക്ക് തന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. റൈസ് ഓഫ് ഫാക്ടറി വർക്ക്. In factories, workers are assigned to simple, repetitive tasks. This creates a hierarchy from skilled to unskilled workers. Over time, management has control and of planning, while workers only follow orders. Skilled workers still have some freedom, but this is reduced over time. ഫാക്ടറികളിൽ തൊഴിലാളികളെ ലളിതവും ആവർത്തിച്ചിട്ടുള്ളതുമായിട്ടുള്ള ജോലികൾക്കായിട്ട് ഉപയോഗിക്കുന്നു. ഇത് വിദഗ്ധർ മുതൽ അവിദഗ്ധ തൊഴിലാളികൾ വരെ ഒരു ശ്രേണി സൃഷ്ടിക്കുന്നു. കാലക്രമേണ ആസൂത്രണത്തിന്റെ നിയന്ത്രണം മാനേജ്മെന്റ് ഏറ്റെടുക്കുന്നു. അതേസമയം തൊഴിലാളികൾ ഓർഡറുകൾ മാത്രം പിന്തുടരുന്നു. വിദഗ്ധ തൊഴിലാളികൾക്ക് ഇപ്പോഴും കുറച്ച് സ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ ഇത് കാലക്രമേണ കുറയുകയും ചെയ്യുന്നു. ജോലിയിലെ ഒരു ഹൈറാർക്കി സിസ്റ്റമാണ് ഇവിടെ പറയുന്നത്. ഒരു ഹൈറാർക്കി, ഒരു ശ്രേണി സിസ്റ്റം അവിടെ രൂപം കൊള്ളുന്നുണ്ട്. അതായത് ജോലി കൂടുതൽ അറിയാവുന്ന, പ്രൊഫഷണൽ ആയിട്ടുള്ള കുറച്ചുകൂടെ അറിയാവുന്ന ആൾക്കാർ, അറിവ് കുറഞ്ഞ ആൾക്കാർ എന്നുള്ള ലെവലില് അവിടെ വർഗീകരിക്കപ്പെടുന്നുണ്ട്. പിന്നീട് എന്താ ചെയ്യാ, ജോലി അറിയാവുന്ന ആൾക്കാർക്ക് പോലും വാല്യൂ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഒരു ഫാക്ടറി വർക്കിന്റെ ഉദയത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായതെന്നാണ് പറഞ്ഞത്. ദ റൈസ് ഓഫ് ഫാക്ടറി വർക്കിന്റെ കീഴിലുള്ളതാണ് നമ്മൾ പറഞ്ഞത്.
അടുത്ത പോയിന്റ് പറയുന്നത് 3 ചേഞ്ചസ് ഇൻ വർക്ക് 16th 18th സെഞ്ച്വറി. ജോലികളിലുള്ള മാറ്റങ്ങൾ 16-18 നൂറ്റാണ്ടുകളിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, സ്ട്രിക്റ്റ് കൺട്രോൾ. വർക്കേഴ്സ് ലോസ് ദെയർ ഫ്രീഡം ഇൻ ദ പാസ്റ്റ്. ആർട്ടിഷ്യൻസ് വർക്ക് their own space. Now capitalism forced them to follow strict rules. കർശന നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. തൊഴിലാളികൾക്ക് അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരുന്നു. മുൻകാലങ്ങളിൽ കരകൗശല വിദഗ്ധർ സ്വന്തം വേഗത്തിലാണ് ജോലി ചെയ്തിരുന്നത്. കരകൗശലത്തിലുള്ള ആൾക്കാരൊക്കെ എന്താ ചെയ്തിരുന്നത്? അവരവരുടെ സമയത്തിനനുസരിച്ച് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ജോലി ചെയ്തിരുന്നത്. ഇപ്പോൾ മുതലാളിമാർ അവരെ പോലും കർശനമായ നിയമങ്ങൾ പാലിക്കാൻ നിർബന്ധിക്കുകയാണ് ചെയ്തത്. എപ്പോ? ഈ ഒരു 60th 80th സെഞ്ച്വറിയില്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് സെപ്പറേഷൻ ഓഫ് തിങ്കിങ് ആൻഡ് ഡൂയിങ്. വർക്കേഴ്സ് നോ ലോങ്ങർ പ്ലാൻ ദെയർ വർക്ക്, ദേ ഓൺലി ഫോളോ ഇൻസ്ട്രക്ഷൻസ്. ചിന്തയുടെയും പ്രവർത്തനത്തിന്റെയും വേർതിരിവ്. തൊഴിലാളികൾ ഇനി അവരുടെ ജോലി ആസൂത്രണം ചെയ്യുന്നില്ല, അവർ നിർദ്ദേശങ്ങൾ പാലിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒരാൾ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് അവരുടേതായ ഐഡിയാസുകൾ ഉണ്ടാവും. അത് പ്രകടിച്ചപ്പോൾ ഐഡിയാസ് അനുസരിച്ച് മാറ്റി മാറ്റി ചെയ്യുമ്പോൾ അയാൾക്ക് ഒരു സംതൃപ്തി ഉണ്ടാവും. അതില്ലാതെ ഇതിങ്ങനെ ചെയ്യാവൂ, അതങ്ങനെ മാത്രം ചെയ്താൽ മതി എന്നുള്ള ഒരു ഓർഡറിന്റെ രീതിയിൽ അവർക്ക് വേണ്ടി ചലിക്കുന്ന ഒരു എന്താ പറയാ, നൂല് കെട്ടി ചലിപ്പിക്കുന്ന ഒരു പാവകളെ പോലെ ആയിരുന്നു അവരെന്നാണ് പറയുന്നത് കേട്ടോ. ഒരു ആസൂത്രണങ്ങളും ഉണ്ടായിരുന്ന ലൈഫ് മറ്റൊരാൾക്ക് ചരട് കൊടുത്ത് അങ്ങനെ ചലിപ്പിക്കുന്ന ഒരു രീതി. അടുത്ത തേർഡ് പോയിന്റ് പറയുന്നത് ഗ്രോത്ത് ഓഫ് അൺസ്കിൽഡ് ലേബേഴ്സ്. ക്യാപിറ്റലിസം ക്രിയേറ്റ്സ് എ ലാർജ് ഗ്രൂപ്പ് വർക്കേഴ്സ് ഡൂയിങ് സിമ്പിൾ ലോ പെയ്ഡ് ജോബ്സ് ഫോർ ലൈഫ്. അവിദഗ്ധ തൊഴിലാളികളുടെ വളർച്ച. ഒരു തൊഴിലിലും വിദഗ്ധരായിട്ടുള്ളതല്ലാതെ ഒരു തൊഴിലിനെ കുറിച്ചും അറിവില്ലാത്തൊരു തൊഴിലാളികളുടെ വളർച്ചയാണ് അന്നുണ്ടായിരുന്നത്. മുതലാളിത്തം ലളിതവും കുറഞ്ഞ ശമ്പളമുള്ളതുമായ ജോലികൾ ചെയ്യുന്ന ഒരു വലിയ കൂട്ടം ആളുകളെ എന്ത് ചെയ്തു? സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അടുത്ത പോയിന്റ്, ഫോർത്ത് പോയിന്റ് പറയുന്നത് മിഷനറി ആൻഡ് ഒബ്ജക്ടിഫിക്കേഷൻ. Machines take control of work. Instead of using tools, workers follow machines. This makes them feel powerless. Machines represent the wealth of the capitalism, while workers feel poor and ignorant. യന്ത്രങ്ങൾ ജോലിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം തൊഴിലാളികൾ യന്ത്രങ്ങളെ പിന്തുടരുന്നു. അത് അവർക്ക് ശക്തിയില്ലാത്തതായിട്ട് തോന്നിക്കുന്നു. യന്ത്രങ്ങൾ മുതലാളിയുടെ സമ്പത്തിനെ പ്രതിനിധീകരിക്കുന്നതാണ്. തൊഴിലാളികൾക്ക് ദരിദ്രരും അജ്ഞതരുമായിട്ട് അനുഭവപ്പെടും. തൊഴിലാളികൾ ദരിദ്രരായിട്ടും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇഗ്നോറന്റ് ആയിട്ട്, അജ്ഞരായിട്ട്, എല്ലാവരും ഇഗ്നോർ ചെയ്യുന്ന ഒരു രീതിയിൽ ആ തൊഴിലാളികളെ അനുഭവപ്പെടുത്തുന്നു എന്നാണ് പറഞ്ഞത്. മാർക്സ് കോൾ ദിസ് ദ റൂൾ ഓഫ് ഡെഡ് ലേബർ ഓവർ ലിവിംഗ് ലേബർ. പാസ്റ്റ് വർക്കർ controls present workers, making them feel alienation. In pre-capitalist societies, workers owned their tools, now machines own them. മാർക്സ് ഇതിനെ ജീവനുള്ള അധ്വാനത്തിന്റെ മേൽ ചത്ത അധ്വാനം എന്ന് വിളിക്കുന്നു. ജീവനുള്ള അധ്വാനത്തിന്റെ മേൽ ചത്ത അധ്വാനം, അതായത് ജീവനില്ലാത്ത അധ്വാനം എന്ന് വിളിക്കുന്നു. മുൻകാല ജോലികൾ യന്ത്രങ്ങളും സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള നിലവിലുള്ള തൊഴിലാളികളെ നിയന്ത്രിക്കുകയും അവരെ അന്യവൽക്കരിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ യന്ത്രങ്ങൾ കൂടെ വന്നപ്പോൾ എന്ത് ചെയ്തു? കൂടുതലായി അതെന്നാണ് പറയുന്നത്. മുതലാളിത്തത്തിന് മുൻപുള്ള സമൂഹങ്ങളിൽ തൊഴിലാളികൾക്ക് അവരുടെ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ യന്ത്രങ്ങൾ അവ എന്ത് ചെയ്തു? സ്വന്തമാക്കി. തൊഴിലാളികൾക്ക് ആദ്യമൊക്കെ അവർ പണി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. പണിക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ. അപ്പൊ അതുപോലും മാറിയിട്ട് യന്ത്രങ്ങളാണ്. നമ്മൾക്കൊന്ന് എന്താ പറയാ, യാതൊരു തരത്തിലും ഉള്ള ആ ജോലിയിലുള്ള ഒരു ഇടപെടലും അല്ലെങ്കിൽ അതിന് ആ ജോലി ചെയ്യാനുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരം പോലും അവിടെ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. യന്ത്രങ്ങളാണ് അതെല്ലാം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഫിഫ്ത്ത് പോയിന്റ് പറഞ്ഞ ഫോഴ്സ്ഡ് ലേബർ alienation. Workers do not enjoy their work, they only work to survive. Outside work, they feel free at home. Feel like strangers, labor becomes a burden, not a choice. Just like religion controls people's minds, capitalism controls workers' actions. തൊഴിലാളികൾ അവരുടെ ജോലിയിൽ ആസ്വദിക്കുന്നില്ല, അവർ അതിജീവനത്തിനായിട്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ജോലിക്ക് പുറത്ത് അവർക്ക് സ്വതന്ത്രമായിട്ടാണ് തോന്നുന്നത്. ജോലി സ്ഥലത്ത് അവർ അപരിചിതരായിട്ട് തോന്നുകയും അധ്വാനം അവർക്കൊരു ഭാരമായിട്ട് മാറുകയും ചെയ്യുന്നു. മതം ആളുകളെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് പോലെ മുതലാളിത്തം തൊഴിലാളികളുടെ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അടുത്ത സിക്സ്ത് പോയിന്റ്, alienation in modern society. With new technology and consumerism, alienation will continue. More specialization and
and dependence on machines will make workers feel even more disconnected from their labors. പുതിയ സാങ്കേതിക വിദ്യയും ഉപഭോക്തൃവും കൊണ്ട് അന്യവൽക്കരണം എന്ത് ചെയ്യുന്നു, തുടരുന്നു. കൂടുതൽ സ്പെഷ്യലൈസേഷനുകളും മെഷീനും ആശ്രയിക്കുന്നതും തൊഴിലാളികളെ അവരുടെ അധ്വാനത്തിൽ നിന്ന് കൂടുതൽ വിച്ഛേദിക്കുന്നതായിട്ട് തോന്നും. പുതിയ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ യന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിലൂടെ തൊഴിലാളികൾ എന്ത് ചെയ്യും, വീണ്ടും ഇഗ്നോർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അവർക്ക് വീണ്ടും ഏലിനേഷൻ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ആ കാര്യത്തിൽ യാതൊരു വിധ കൺട്രോളും തൊഴിലാളിക്ക് ഇല്ലാത്തൊരവസ്ഥയാണ് സൃഷ്ടിക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഹെഡിങ് 17.5 കൺക്ലൂഷനാണ് ഇനി പറയുന്നത്. ഏലിനേഷൻ ഇൻ ക്യാപിറ്റലിസം. ഏലിനേഷൻ ഈസ് എ നാച്ചുറൽ പാർട്ട് ഓഫ് ക്യാപിറ്റലിസം. ഇറ്റ് കംസ് ഫ്രം how society and the economy are structured. Marx connected alienation to division of labor, private property and class conflicts. അന്യവൽക്കരണം മുതലാളിത്തത്തിൻ്റെ സ്വാഭാവിക ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. ഏലിനേഷൻ എന്നത് സമൂഹവും സമ്പദ് വ്യവസ്ഥയും എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു എന്നതിൽ നിന്നാണ് ഇത് വരുന്നത്. തൊഴിൽ വിഭജനം, സ്വകാര്യ സ്വത്ത്, വർഗസംഘർഷങ്ങൾ എന്നിവയുമായിട്ട് മാക്സ് അന്യവൽക്കരണത്തെ ഏലിനേഷനെ യോജിപ്പിക്കുന്നുണ്ട്. ഇൻ ക്യാപിറ്റലിസം ഏലിനേഷൻ ഈസ് റിയൽ ആൻഡ് can be observed. It exists because of how production is organized. For Marx, human history is not just about class struggles but also about people becoming more alienated over time. മുതലാളിത്തത്തിൽ അന്യവൽക്കരണം യാഥാർത്ഥ്യമാണ്, അത് നിരീക്ഷിക്കാവുന്നതുമാണ്. ഉൽപാദനം എങ്ങനെ സംഘടിപ്പിക്കപ്പെടുന്നു എന്നതിലാണിത് നിലനിൽക്കുന്നത്. മാക്സിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ചരിത്രം കേവലം വർഗസമരങ്ങൾ മാത്രമല്ല, കാലക്രമേണ ആളുകൾ കൂടുതൽ അന്യരാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. കൂടുതലായിട്ടും അന്യവൽക്കരണവും അതിൻ്റെ കാരണങ്ങളും അത് വരാനുള്ള കാരണങ്ങളും അതുകൊണ്ട് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് പറഞ്ഞത്. സോ നമുക്കിതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഒന്ന് നോക്കാം. Understand the concept of alienation and how it's applied in analyzing the modern society. Okay, study explain aspect of alienation like objectification. Okay, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഏലിനേഷൻ്റെ ഒബ്ജക്റ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ഏലിനേഷൻ എന്താണെന്നും അത് ഈ മോഡേൺ സൊസൈറ്റിയിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. മോഡേൺ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ പറഞ്ഞതൊക്കെ തന്നെയാണ് കേട്ടോ. അതായത് ഒരു അന്യവൽക്കരണ കാരണം കൊണ്ട് പുതിയ യന്ത്രങ്ങളൊക്കെ വന്നില്ല. പുതിയ യന്ത്രങ്ങളും പുതിയ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചതിലൂടെ ഏലിനേഷൻ ഒന്നും കൂടെ വർദ്ധിക്കണം. കാലങ്ങൾ കടന്നു പോകുന്തോറും ഏലിനേഷൻ ഒന്നും കൂടെ വർദ്ധിക്കണം. ആ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡേൺ സൊസൈറ്റിയിൽ അനലൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് ഒബ്ജക്റ്റീവിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ നമുക്ക് നമ്മുടെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. See you in the next class.